ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 മെയ് മാസം 31-ാം തീയതി വെള്ളിയാഴ്ച ദിവസം 1799 ഇടവമാസം 17-ാം തീയതി ഇന്ത്യൻ തീയതി ശ്രേഷ്ഠമാസം 10-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:33 നാളത്തെ ഉദയാൽപരം നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രം വെള്ളിയാഴ്ച രാവിലെ 6:16 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. സൂര്യോദയം തിരുവനന്തപുരം സമയപ്രകാരം 6:07 6:16 വരെ ചതയ നക്ഷത്രം ഉണ്ടായിരിക്കും. ഉദയാൽപരം നക്ഷത്രമായിട്ട് വന്നു ചേരുന്ന നക്ഷത്രം ചതയ നക്ഷത്രമാണ്. എന്നാൽ ചതയ നക്ഷത്രം വെള്ളിയാഴ്ച രാവിലെ 6:16 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. അതിനുശേഷം പൂരുട്ടാതി നക്ഷത്രമാണ് ആരംഭിക്കുന്നത്. പൂരുട്ടാതി നക്ഷത്രം വെള്ളിയാഴ്ച രാവിലെ 6:16 ആരംഭിച്ച് ശനിയാഴ്ച പുലർച്ചെ 4:50 അവസാനിക്കും. ഇവിടെ പ്രത്യേകതയായിട്ട് വന്നു ചേരുന്ന കാര്യം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ സർവേശ്വര പൂജയും ചതയ നക്ഷത്രത്തിൻ്റെ സർവേശ്വര പൂജയും വെള്ളിയാഴ്ച ദിവസം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. കാരണം ശനിയാഴ്ച പുലർച്ചെ 4:50 കൊണ്ട് പൂരുട്ടാതി നക്ഷത്രം അവസാനിക്കും. ഉദയസമയത്ത് നക്ഷത്രം വരുന്നില്ല. അപ്പം അതുകൊണ്ട് പൂരുട്ടാതി നക്ഷത്രപ്രകാരമുള്ള സർവേശ്വര പൂജയും ചതയ നക്ഷത്രപ്രകാരമുള്ള സർവേശ്വര പൂജയും വെള്ളിയാഴ്ച ദിവസം രാവിലെ 6 മുതൽ 7 വരെയുള്ള സമയത്തായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ 6:16 മുതൽ ശനിയാഴ്ച പുലർച്ചെ 4:50 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരുട്ടാതി നക്ഷത്ര ജാതകരാണ്. പൂരുട്ടാതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ കുംഭക്കൂറിൽപ്പെട്ടതും മീനക്കൂറിൽപ്പെട്ടതുമായ നക്ഷത്രമാണ്. പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ 3 പാദങ്ങൾ കുംഭക്കൂറിലാണ്, പൂരുട്ടാതി മുക്കാൽ എന്ന് പറയുന്നു. അവസാനത്തെ ഒരു പാദം മീനക്കൂറിലാണ്, പൂരുട്ടാതി കാൽ എന്ന് പറയുന്നു. പൂരുട്ടാതി കാലിൻ്റെ സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാത്രി 12:16 മുതൽ നക്ഷത്രം തീരുന്ന സമയം പുലർച്ചെ 4:50 വരെയുള്ള സമയമാണ് അവസാനത്തെ ഒരു പാദ സമയം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അത് മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാൽ നക്ഷത്രം എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കിയെടുക്കുക. പൂരുട്ടാതി നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത അജൈക ബാലനാണ്. അതുപോലെ തന്നെ മൃഗം നരനാണ്, ഭൂതം ആകാശമാണ്, പക്ഷി മയിലാണ്, വൃക്ഷം തേന്മാവാണ്, വ്യാഴദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ പൂരുട്ടാതി നക്ഷത്ര ജാതകരുടെ ജനനം വ്യാഴദശയിലാണ്. എല്ലാ പൂരുട്ടാതി നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് വ്യാഴദശാകാലം. പൂരുട്ടാതി നക്ഷത്ര ജാതകർ മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇവർ സത്യത്തിലും ആത്മാർത്ഥതയിലും ഒക്കെ ഉറച്ചു നിൽക്കുന്നവരാണ്. സത്യത്തിന് വില കൽപ്പിക്കുന്നവരാണ്. ആത്മാർത്ഥതയ്ക്ക് പരിഗണന കൊടുക്കുന്നവരാണ്. നല്ല സുഹൃത്തുക്കളായി ഇവർ ജീവിതകാലം മുഴുവൻ നിൽക്കുന്നവരാണ്. സമൂഹത്തിൽ മാന്യതയുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. ഔദാര്യശീലരാണ്. എന്നാൽ ഇവർ സുഖകാംക്ഷികളും ആഡംബര പ്രിയരുമാണെന്നും ജ്യോതിഷം കൂട്ടിച്ചേർക്കുന്നു. പണത്തിന് പിശുക്ക് കാണിക്കാതെ ഇവർ ആഡംബരമായിട്ട് ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നും ജ്യോതിഷം പറയുന്നു. സംഭാഷണ പ്രിയരാണ്. പക്ഷെങ്കിൽ ഇവർക്ക് ചഞ്ചല മനസ്സുണ്ട്. അതുകൊണ്ട് ഇവർക്ക് പലർക്കും ഒരു സ്റ്റഡിയായിട്ടുള്ള വളർച്ച ഇവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം ഇവർ സ്വയമേ എടുക്കാൻ കഴിവില്ലാത്തവരാണെന്ന് ജ്യോതിഷം പറയുന്നാൽ ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് ദൃഢമായ തീരുമാനമെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ് ജ്യോതിഷം പറയുന്നത് ചഞ്ചല മനസ്കരാണെന്നാണ് പറയുന്നത്. ഇവർക്ക് വിദ്യ കൊണ്ട് പണം നേടാനുള്ള കഴിവുണ്ട്. പൂരുട്ടാതി നക്ഷത്ര ജാതകരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം കൊണ്ട് ഉന്നതമായ നിലയിൽ എത്തിച്ചേരുവാനുള്ള കഴിവുണ്ട്. അത് ജ്യോതിഷം അങ്ങനെയാണ് ഈ നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നത്. പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സർക്കാർ ജോലി കിട്ടുവാനായിട്ട് കൂടുതൽ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാവരും നല്ലപോലെ വിദ്യ അഭ്യസിക്കുന്നവരാണ്. ഉന്നതമായ
ഉന്നതമായ വിദ്യാഭ്യാസം നേടി ഒരു വിദ്യാഭ്യാസത്തിൻ്റേതായ ഒരുപാട് ഡിഗ്രികളും ഡിപ്ലോമകളും ഒക്കെ സമ്പാദിക്കുന്നവരാണ് പൂരുട്ടാതി നക്ഷത്ര ജാതകരെന്നും പറയുന്നു. പൂരുട്ടാതി നക്ഷത്ര സ്ത്രീകൾ വിദ്യാഗുണം, സമ്പത്ത്, കുലശ്രേഷ്ഠത, സന്താനഭാഗ്യം, കുടുംബ ഭരണ സാമർഥ്യം എന്നിവ ഉള്ളവരും തൊഴിലിൽ ഉന്നതി പ്രാപിക്കുന്നവരുമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പം തൊഴിലിൽ ഉന്നതി ഉണ്ടാകുന്നവരാണ് പൂരുട്ടാതി നക്ഷത്ര ജാതകർ. ഇവരുടെ ജീവിതത്തിലെ ഒരു പരാജയം, ഇവരെ 18 വയസ്സ് ആകുമ്പോഴേ വിവാഹം കഴിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അത് എങ്ങനെയെങ്കിലും അവർക്ക് ആ സമയത്ത് വിവാഹം വന്ന് കയറിയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് വിവാഹം നടന്നില്ല എങ്കിൽ 18, 19, 20 വയസ്സൊക്കെ വിവാഹം നടന്നില്ല എങ്കിൽ പിന്നെ അവരുടെ ജീവിതത്തിൽ വിവാഹം നടക്കാൻ ഒരുപാട് കാലതാമസം എടുക്കും. പിന്നെ ഒരുപാട് താമസിച്ചായിരിക്കും ഇവരുടെ വിവാഹം നടക്കുക എന്നുള്ളതും ജ്യോതിഷം പറയുന്നു. എന്നാൽ ചിലർക്കൊക്കെ ഇതിന് മാറ്റമുണ്ട്. അവർ ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് വിവാഹത്തിൻ്റെ കാരകഗ്രഹങ്ങളൊക്കെ അതാത് സ്ഥാനങ്ങളിൽ വന്നു നിൽക്കുന്ന ആ സമയം അനുസരിച്ച് ചിലർക്കൊക്കെ മാറ്റമുണ്ട് എന്നുള്ള കാര്യവും ഒരു പ്രത്യേകതയാണ്. രേവതി, ഭരണി, മൂലം, രോഹിണി എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും പൂരുട്ടാതി നക്ഷത്ര ജാതകർ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. രേവതി, ഭരണി, മൂലം, രോഹിണി എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണം. ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഉത്രട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അവർ വിദ്യാഭ്യാസപരമായി മുന്നേറുവാനുള്ള കാരണം, അവർക്ക് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം വ്യാഴദശാകാലമാണ്. വ്യാഴദശാകാലം എന്ന് പറഞ്ഞാൽ 16 വർഷമാണ്. അപ്പോൾ ഈ 16 വർഷത്തിൽ 14 വർഷം, 10 വർഷം, 12 വർഷമൊക്കെ ഇവർക്ക് കിട്ടിയാൽ ഈ സമയം ഈ കുട്ടികളുടെ ബാല്യകാല ജീവിതമൊക്കെ നല്ല നിലയിലായിരിക്കും. അവരുടെ മാതാപിതാക്കൾക്കും അതിൻ്റേതായ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പൂരുട്ടാതി നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 15 വർഷം വ്യാഴദശാകാലം ഉണ്ടെങ്കിൽ 15 വർഷവും വ്യാഴം അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നല്ല കാലം തന്നെയായിരിക്കും. അതിനുശേഷം ഇവരുടെ ജീവിതത്തിൽ ശരിക്കും സ്വാധീനം ചെലുത്തുന്ന ഗ്രഹം ശനിയാണ്. അപ്പോൾ ഈ ശനിയുടെ ദശാകാലത്താണ് ശനിയുടെ ദശാകാലം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവരുടെ വിവാഹ കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പോൾ ശനിയുടെ സ്വന്തം അപകാര സമയമെന്ന് പറയുന്നത് 3 വർഷം വരും. അത് കഴിഞ്ഞാൽ പിന്നെ ബുധൻ്റെ അപഹാരമാണ്. ശനിയുടെ സ്വാപഹാരം കഴിഞ്ഞാൽ പിന്നെ ബുധൻ്റെ അപഹാര സമയമാണ്. അപ്പോൾ ഈ സമയത്തുമൊക്കെ അവർ വിവാഹം നടക്കുവാൻ സാധ്യതയുള്ള സമയമാണ്. പിന്നീട് ഇവർക്ക് കേതുവിൻ്റെ അപഹാരമാണ്. അപ്പോൾ ശനിദശയിൽ കേതുവിൻ്റെ അപഹാര സമയത്തൊന്നും വിവാഹം നടക്കത്തില്ല. കേതു കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ്റെ അപഹാര സമയമാണ്. ആ സമയത്തും ഇവർക്ക് വിവാഹം നടക്കാൻ സാധ്യത കുറവാണ്. അങ്ങനെ ശുക്രൻ കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ കഴിഞ്ഞാൽ ചന്ദ്രൻ, അങ്ങനെ നീണ്ട് പോയി പിന്നെ രാഹുവിൻ്റെ അപഹാര സമയം വരുമ്പോഴൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു 30 വയസ്സ്, 31 വയസ്സ്, 32 വയസ്സൊക്കെ ആവും ചിലർക്കൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെയാണ് പിന്നെ ഇവർക്ക് വിവാഹം നടക്കുക. അപ്പോൾ 24, 25, 26 വയസ്സുകളിലൊക്കെ വിവാഹം നടക്കുന്നവർ വളരെ കുറവാണ്. അത് ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് അങ്ങനെ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവർക്ക് ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇവർക്ക് ബുധൻ്റെ അപഹാര സമയവും അതുപോലെ തന്നെ ശനിയുടെ അപഹാര സമയവും ഒക്കെ ശനി ഇവരുടെ കൂറിൻ്റെ നാഥനാണ്. പൂരുട്ടാതി കുംഭക്കൂറിൻ്റെ നാഥനാണ് ശനി. അപ്പോൾ അങ്ങനെ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുകൊണ്ട് ഇവർ വിദ്യാഭ്യാസപരമായി മുന്നേറുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെയാണ് ജ്യോതിഷം അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്. അപ്പോൾ അങ്ങനെ ഇവർ വിദ്യാഭ്യാസം കൊണ്ട് ഉന്നതമായ നിലയിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ ഇവർക്ക് മറ്റൊരു പ്രത്യേകത, ഇവർക്ക് സർക്കാർ ജോലി കിട്ടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൂരുട്ടാതി നക്ഷത്ര ജാതകർക്ക് കൂടുതൽ സർക്കാർ ജോലി കിട്ടുവാനായിട്ട് യോഗ്യത ഉണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അവർക്കതിനുള്ള ഒരു അർഹത വന്നു ചേരുന്നത് ഇവർ ജനിക്കുന്ന സമയത്ത് വ്യാഴത്തിൻ്റെയും ശനിയുടെയും ചന്ദ്രൻ്റെയും ഒക്കെ സ്ഥിതി സർക്കാർ ജോലിക്ക് അനുകൂലമായ സ്ഥാനങ്ങളിലായിരിക്കും. കൂടുതൽ ആൾക്കാർക്കും അങ്ങനെ തന്നെയായിരിക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരുന്ന ഒരു കാര്യമാണ്. ഇവർ ജനിക്കുന്ന സമയത്ത് സർക്കാർ ജോലിക്ക് യോഗ്യത ഉള്ള ഗ്രഹസ്ഥിതി, ഇപ്പം വ്യാഴം ഇന്ന രാശികളിൽ നിൽക്കണം,
ശനി ഇന്ന രാശികളിൽ നിൽക്കണം, ചന്ദ്രൻ ഇന്ന രാശികളിൽ നിൽക്കണം, കുജൻ ഇങ്ങനെ ഒരു പ്രത്യേക രാശിയിൽ നിൽക്കണം, ബുധൻ നിൽക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഗ്രഹസ്ഥിതി ഉള്ള ഒരു ഗ്രഹനിലയുള്ള വ്യക്തിക്കാണ് സർക്കാർ ജോലി യോഗമുള്ളത്. അപ്പോൾ ആ സർക്കാർ ജോലി യോഗം ഇവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് പ്രകൃതിയാൽ വന്നു ചേരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അവർക്ക് സർക്കാർ ജോലി യോഗം കൂടുതലായിട്ട് ഉണ്ട് എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തിക്കും അവർ ഇന്ന ജോലിയിലായിരിക്കും. ഒരു അധ്യാപകനാണെങ്കിൽ അധ്യാപകനായിരിക്കും, അതുപോലെ തന്നെ ഡോക്ടറാണെങ്കിൽ ഡോക്ടറാവും. അതിനുള്ള യോഗ്യതകൾ ഗ്രഹനില നോക്കുമ്പോൾ അറിയാം. ഇപ്പോൾ രാഹുവും ചന്ദ്രനും ചേർന്ന് നിന്നാൽ, ഒരു ഇഷ്ടഭാവത്തിൽ നിന്നാൽ, ആ ജനിക്കുന്ന കുട്ടി, ഒരു കുട്ടി ജനിച്ചു, ആ ജനന സമയത്ത് രാഹുവും ചന്ദ്രനും ഇഷ്ടഭാവത്തിൽ നിന്നാൽ ആ കുട്ടി ഡോക്ടറാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബുധൻ ഇന്ന ഭാവത്തിൽ നിന്നാൽ അധ്യാപകനാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കലായിട്ടൊരു വ്യക്തി ആ ടെക്നിക്കൽ മേഖലയിലേക്ക് പോകാനായിട്ട് ആ ഗ്രഹനിലയിൽ നോക്കുമ്പോൾ അറിയാം. അപ്പോൾ അങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും വെച്ച്, തൊഴിൽ ഭാവത്തിൻ്റെ ഗ്രഹങ്ങളെ വെച്ച് അവർ ഇന്ന രീതിയിലായിരിക്കും, ഇന്ന മേഖലയിൽ അവർ ശോഭിക്കുമെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ പറയുന്നത്, നിങ്ങളുടെ കുട്ടികൾക്ക് അനുയോജ്യമായ മേഖല നിങ്ങളുടെ കുട്ടികളുടെ ഗ്രഹനില നോക്കിയാൽ അവിടെ കാണും. ആ ഗ്രഹനില പ്രകാരം കുട്ടികളെ പഠിപ്പിച്ചു വിട്ടാൽ, ആ യോഗ്യത പ്രകാരം കുട്ടികളെ പഠിപ്പിച്ചിട്ട് അവർ ആ മേഖലയിൽ ശോഭിക്കും. ഒട്ടുമിക്ക ആൾക്കാരും ജോലി ചെയ്യുന്നത് അവർ പഠിച്ച മേഖലയിലല്ല, അവർ പഠിക്കാത്ത മേഖലയിലാണ് ഒട്ടുമിക്ക ആൾക്കാരും ജോലി ചെയ്യുന്നത്. കാരണം അത് അവർക്ക് ജന്മസിദ്ധമായ അഭിരുചി അവർ പഠിക്കാത്ത മേഖലയിലാണ്. പക്ഷേ പേരൻസ് അവരെ ആ മേഖലയിൽ വിടാതെ പേരൻസിൻ്റെ ഇഷ്ടപ്രകാരം മറ്റൊരു മേഖലയിലേക്ക് വിടുന്നു. അങ്ങനെ അവർ ആ മേഖലയിൽ അവർക്ക് അഭിരുചി ജന്മനാ വന്നു ചേരുന്ന മേഖലയിൽ അവർ ജോലി ചെയ്ത് ജീവിക്കുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ചിലർക്ക് പേരൻസിൻ്റെ സെലക്ഷൻ കറക്റ്റായിരിക്കും, അങ്ങനെയുണ്ട് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ സമയത്ത് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്. നാളത്തെ നക്ഷത്ര ദിവസം പൂർട്ടാതി നക്ഷത്ര ദിവസമാണ്. ആർക്കൊക്കെ അനുകൂലമായി വന്നു ചേരുന്നു എന്ന് ചിന്തിക്കാം. അശ്വതി, കാർത്തിക, തിരുവാതിര, പുണർദം, വിശാഖം, അനിഴം, ചതയം എന്നീ നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം അനുകൂലമായ ഫലങ്ങൾ നൽകുമെന്ന് ജ്യോതിഷം പറയുന്നു. അശ്വതി, കാർത്തിക, തിരുവാതിര, പുണർദം, വിശാഖം, അനിഴം, ചതയം എന്നീ നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം അനുകൂലമായ ഫലങ്ങൾ, ഏതെങ്കിലും വിധത്തിലുള്ള അനുകൂല ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ഉത്രം, അവിട്ടം, ഉത്രാടം, മൂലം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്ന് ജ്യോതിഷം പറയുന്നു. ഉത്രം, അവിട്ടം, ഉത്രാടം, മൂലം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു. അതുകൊണ്ട് മുന്നറിയിപ്പായിട്ട് അത് സ്വീകരിക്കാൻ നാളത്തെ ദിവസം വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളിലും ഏർപ്പെടണം. ഇനിയും ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം പറയുന്നു. ഇനി നാളെ പകൽ സമയത്തെ ശുഭസമയമാണ് എടുത്തു പറയുന്നത്. നാളെ വെള്ളിയാഴ്ച ദിവസമാണ്, ശുഭദിനമാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാനായിട്ട് അനുയോജ്യമായ സമയമുണ്ട്. രാവിലെ 6 മണി 7 മിനിറ്റ് മുതൽ 7 മണി 37 മിനിറ്റ് വരെ ശുഭസമയമുണ്ട്. പിന്നീട് 9 മണി 7 മിനിറ്റ് മുതൽ 10 മണി 37 മിനിറ്റ് വരെ ശുഭസമയമുണ്ട്. അതിനുശേഷം 11 മണി 36 മിനിറ്റ് മുതൽ 12 മണി 24 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്ത സമയം, എല്ലാ ദിവസമുള്ള സമയം അഭിജിത്ത് മുഹൂർത്ത സമയം. അതുകൊണ്ട് അത് സ്വീകരിക്കാം. പിന്നീട് ഉച്ചകഴിഞ്ഞ് 3 മണി 7 മിനിറ്റ് മുതൽ 5 മണി 7 മിനിറ്റ് വരെ ശുഭസമയമാണ്. ഇത് പൊതുവായിട്ടുള്ള സമയമാണ്. ഇവിടെ ലഗ്നം തയ്യാറാക്കി പറയുന്ന സമയമല്ല, പൊതുവായിട്ടുള്ള ശുഭസമയമാണ്. പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളോ, വീട്ടിലെ പേർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയോ, ഒരു പുതിയ ഗൃഹോപകരണം വാങ്ങിക്കുകയോ, അതൊക്കെ ഈ സമയത്തൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അത് ഐശ്വര്യം വർദ്ധിക്കുവാൻ കാരണമായി തീരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ ദിവസവും പ്രിയപ്പെട്ടവർക്ക് ഈ സമയം എടുത്തു പറഞ്ഞു തരുന്നത്. ഇനിയും സംഖ്യാശാസ്ത്രം ചിന്തിക്കാം. സംഖ്യാശാസ്ത്രം ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് പറയുന്നത്. നാളത്തെ തീയതി 31 അതിനെ ഒറ്റസംഖ്യ ആക്കണം. ഒറ്റസംഖ്യ ആക്കുമ്പോൾ 4 വരും. 3 + 1 = 4. അങ്ങനെ ഏതൊരു മാസത്തെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 4 വരുന്നു. അപ്രകാരം 4 വരുന്നവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. നിരാശപ്പെടാതെ മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കൂ. നിറങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. പ്രതികൂലങ്ങളൊക്കെ അനുകൂലങ്ങളാക്കി മാറ്റിയെടുക്കാൻ നിറങ്ങൾക്ക് കഴിയുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. കൂടുതൽ നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരും. മെച്ചപ്പെട്ട കൂടുതൽ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങൾ
ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പ്രിയപ്പെട്ടവരോട് ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കുന്നത്. ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ഒരു മനുഷ്യ ജീവിതത്തെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിൽ എത്തിക്കുവാൻ വേണ്ടി ഒരു ശാസ്ത്രം എന്നുള്ള നിലയിൽ ജ്യോതിഷം പ്രിയപ്പെട്ടവർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് നിത്യവും പ്രിയപ്പെട്ടവർക്കായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അത് സ്ഥിരമായി കേൾക്കുന്നവർക്ക് വളരെയേറെ ഗുണകരമാണ്. ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും ഈ ചാനലിൽ കൂടി ഞാൻ പറഞ്ഞിരുന്നുണ്ട്. ജ്യോതിഷം മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രമാണ് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി പ്രിയപ്പെട്ടവർ ഇത് കേൾക്കുക, കാണുക. അതുപോലെ തന്നെ ജീവിതത്തെ ക്രമീകരിക്കുക. ഒരുപാട് ക്രമീകരണങ്ങൾ ജീവിതത്തിൽ വരുത്തിക്കഴിഞ്ഞാൽ ആ ജീവിതം നല്ല നിലയിൽ പോകും. അപ്പോൾ അവിടെ ആ ക്രമീകരണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും ആണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി അതേ രീതിയിൽ മുമ്പോട്ട് പോവുക. ഇപ്പോൾ ഞാൻ ആ ക്രമീകരണം എങ്ങനെയാണ് വരുത്തേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു കുട്ടിയുടെ ഗ്രഹനില നോക്കുമ്പോൾ ആ കുട്ടി ഏത് മേഖലയിൽ പ്രസിദ്ധനാകും എന്നുള്ളത് അറിയാൻ പറ്റും. ടെക്നിക്കലായിട്ടാണോ അതോ വളരെ പ്രൊഫഷണലായിട്ടാണോ ആ കുട്ടിക്ക് ജീവിതത്തിൽ പ്രസിദ്ധനാകാൻ പറ്റും എന്നുള്ളത് ഒരു കുട്ടിയുടെ ഗ്രഹനില നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ മാതാപിതാക്കൾ ആ കുട്ടിയെ വക്കീലാകണമെങ്കിൽ വക്കീലാകാനുള്ള യോഗ്യത, പട്ടാളം, പോലീസ് അവിടെ ഉണ്ടെങ്കിൽ അവിടുത്തെ യോഗ്യത, അപ്പോൾ അങ്ങനെയുള്ള അവിടെ ജോലി കിട്ടാനുള്ള യോഗ്യത എല്ലാം ഗ്രഹനില നോക്കുമ്പോൾ അറിയാം. അഭിഭാഷകനാകാം, പട്ടാളം, പോലീസ് എന്നിവയിൽ ജോലിയാകാം, അതുപോലെ തന്നെ IPS കാരനാകാം, IAS കാരനാകാം. ഇതൊക്കെ സർക്കാർ ജോലി, യോഗം, അങ്ങനെയുള്ള എല്ലാം ഈ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. ആ ഗ്രഹനില നോക്കുമ്പോൾ ജനിച്ച സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോയാൽ ജീവിതം നല്ല നിലയിൽ എത്തിച്ചേരും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. അതുപോലെ തന്നെ നമ്മൾ കടം മേടിക്കാൻ പറ്റിയ സമയമാണോ, വിവാഹത്തിന് അനുകൂലമായ സമയമാണോ, ഏതെങ്കിലും വിധത്തിലുള്ള കഷ്ടതയോ പ്രയാസങ്ങളോ ദീർഘനാളത്തേക്ക് ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ടോ, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കൂടി അറിയാൻ പറ്റും. അതറിഞ്ഞ് മനുഷ്യൻ ജീവിച്ചാൽ നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം പ്രതികൂലങ്ങളെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരങ്ങളോ പ്രാർത്ഥനയും ഉപവാസവും ധ്യാനവും വ്രതവും ഒക്കെ എടുത്ത് നമുക്ക് ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതല്ലാതെ എനിക്ക് നാളെ ഒന്നും വരത്തില്ല, ഞാൻ ഇങ്ങനെ തന്നെ പോകും എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. അവർ ചിലപ്പോൾ വീഴുന്നത് വലിയൊരു അഗാധമായ ഗർത്തത്തിലേക്കായിരിക്കും വീഴുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ ബിസിനസ് നശിച്ചു പോയിട്ടുണ്ട്. ചിലരൊക്കെ പെട്ടെന്ന് ജോലി റിസൈൻ ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി പേരുടെ അനുഭവങ്ങൾ അങ്ങനെ വന്ന് പിന്നീട് അവരൊക്കെ ജീവിതത്തിൽ പരാജയപ്പെട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവർക്കായിട്ട് പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ നക്ഷത്രഫലമാണ് ചിന്തിക്കാൻ പോകുന്നത്. നക്ഷത്രഫലം ചിന്തിക്കാം. നാളത്തെ ദിവസം എങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കും 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ വരുമെന്നുള്ളതിനെക്കുറിച്ചൊരു അറിവ് പറഞ്ഞു തരുന്നതാണ് ഈ നക്ഷത്രഫലമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അത് പ്രിയപ്പെട്ടവർ അതേ മനോഭാവത്തോടുകൂടി ആരെയും ഭയപ്പെടുത്തുവാനല്ല, ആരെയും വേദനിപ്പിക്കുവാനല്ല, നാളത്തെ അനുഭവം എങ്ങനെ നിങ്ങൾക്ക് വന്നു ചേരാം എന്നുള്ളതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പ്. അപ്പോൾ അതുമാത്രം അങ്ങനെ അതേ രീതിയിൽ ഇതിനെ കേൾക്കുക. നക്ഷത്രമെല്ലാം നമുക്ക് ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ഏതെങ്കിലും മാത്രം അനുകൂലമായൊരു ദിവസമല്ല. മാനസികമായ സ്ഥിതി അത്ര മെച്ചമായ ഒരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവരുടെ മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്, തൊഴിൽപരമായ നേട്ടമുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് നാളത്തെ ദിവസം ഈ നാളുകാരുടെ ഭവനത്തിൽ പിതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. പിതാവുമായിട്ട് തൃപ്തികരമായ രീതിയിൽ പോകത്തില്ല, അല്ലെങ്കിൽ പിതാവും മക്കളും തമ്മിൽ നല്ല ഒരു ബന്ധത്തിൽ പോകത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അവരുടെ കുടുംബത്തിൽ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖേനയുള്ള ധനപരമായ നേട്ടവും പല കാര്യങ്ങളിലുള്ള നേട്ടമൊക്കെ അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ള കാര്യം കൂടി പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ഏകനം മാത്രം അനുകൂലമായൊരു ദിവസമല്ല. ശത്രുത അടഞ്ഞ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക. പ്രത്യേകിച്ച് ബന്ധുജനങ്ങളിൽ ദോഷാനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. രോഗം, ദുഃഖം, കടം, പ്രയാസമൊക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും
കുടുംബത്തിൻ്റെ സ്ഥിതിയും തൃപ്തികരമല്ല, ധനസ്ഥിതിയും തൃപ്തികരമല്ല, രോഗം, ദുഃഖം, കടം, പ്രയാസമൊക്കെ അലട്ടാം, ബന്ധുക്കളിൽ നിന്നുള്ള ശത്രുത വന്നു ചേരാം. അതുപോലെ തന്നെ പിതാവ് മുഖേന ഇവർക്ക് പല വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ വന്നു ചേരാം. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക. മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം അവർക്ക് ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ്. സുഖം, സ്വസ്ഥത, ദേവന്മാർക്ക് ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ്. അവരെ സംബന്ധിച്ചോളം ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി, ധനസ്ഥിതിയിലൊക്കെ ഭാഗ്യകരമായ അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും അവിടെ ശത്രുതയും വന്നു ചേരാൻ അതുപോലെ തന്നെ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായി അവർക്ക് വലിയ നേട്ടം ഒന്നും ഉണ്ടാവുന്ന ദിവസമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ പെൺമക്കളാൽ ഇവർക്ക് നഷ്ടം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിതാവ് മുഖേനയുള്ള നഷ്ടത്തിനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇവർക്ക് മാനസികമായ ഒരു സന്തോഷം കൊടുക്കുന്ന കാര്യമല്ല. അപ്രകാരമുള്ള അസ്വസ്ഥതകളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേവന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. മാനസികവും ശാരീരികവുമായ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അവർക്ക് വന്നു ചേരാം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ അവർക്ക് കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ശത്രു നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം കടന്നു പോകുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അവർക്ക് നാളത്തെ ദിവസം ബന്ധുക്കൾ മുഖേനയുള്ള ശത്രുതകൾ, ബന്ധുക്കളായിട്ടുള്ള സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ അവരുടെ കുടുംബത്തിൽ വന്നു ചേരാനും ഇടയുണ്ട്. അപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. തൊഴിൽപരമായ നേട്ടം അവർക്ക് ഉണ്ടെങ്കിൽ പോലും അവർക്കും നാളത്തെ ദിവസം അത്ര സുഖകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം അവർക്ക് തൊഴിലിടങ്ങളിൽ ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. തൊഴിൽപരമായ സ്ഥലങ്ങളിൽ, തൊഴിലിടങ്ങളിൽ ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ അവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയോ നഷ്ടസാധ്യതയ്ക്കും സാധ്യതയുള്ളൊരു ദിവസമാണെന്നും കൂടി അറിഞ്ഞിരിക്കണം. അവരുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസവുമാണ് നാളത്തെ ദിവസം. അതുകൊണ്ട് നാളത്തെ ദിവസം അത്ര തൃപ്തികരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യത കുറവാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബ സ്ഥിതിയും ധനസ്ഥിതിയും ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ട് നാളത്തെ ദിവസം ഇവർക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇവരുടെ മക്കൾക്ക് ഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു സമയമാണ്. അപ്രകാരമുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാൻ ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ ദാമ്പത്യ ജീവിത സുഖവും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരുന്ന ഒരു നല്ല ദിവസമായിട്ട് നാളത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. എങ്കിലും അവിടെ പിതാവ് മുഖേനയുള്ള ശത്രുതയ്ക്കോ അല്ലെങ്കിൽ നഷ്ടസാധ്യതയ്ക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസത്തിനുമൊക്കെ ബുദ്ധി കൊണ്ടുള്ള പരാജയത്തിനുമൊക്കെ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര, 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമല്ല. പല പ്രകാരത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും അവരെ അലട്ടുന്ന ദിവസമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ചതിവ് പറ്റാൻ സാധ്യത നിലനിൽക്കുന്നു. രോഗം, ദുഃഖം, കടം, പ്രയാസം, അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലെ ശത്രുത, അങ്ങനെ പല പ്രകാരത്തിലുള്ള തിക്താനുഭവങ്ങൾ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നാൽ ഈശ്വരാധീനമുള്ളവർക്ക് നാളത്തെ ദിവസം സാധാരണ ജീവിതാനുഭവമായി ഇതെല്ലാം മാറും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല്, അനിഴം, കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ല. ദാമ്പത്യ ജീവിതത്തിൽ പല പ്രകാരത്തിലുള്ള നഷ്ടസാധ്യതകൾ വന്നു ചേരുവാൻ ഇടയുണ്ട് എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. എന്നാൽ ചിലരെ സംബന്ധിച്ചോളം ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്ന ദിവസവുമാണ്. നാളത്തെ ദിവസം ജനിച്ച സമയത്തെ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സ്ഥിതി പോലിരിക്കും അവരുടെ അനുഭവം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്, ചിലർക്ക് ദാമ്പത്യ സുഖം ഉണ്ടാകും, ചിലർക്ക് ദാമ്പത്യ കലഹം ഉണ്ടാകും. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിട്ട് അവർക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചോളം തൊഴിൽപരമായിട്ടുള്ള
സ്ഥിതി അവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമല്ല. അവിടെ ശത്രുതകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഇവർക്ക് നാളത്തെ ദിവസം കുടുംബത്തിലും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾ മുഖേനയുള്ള ശത്രുതകളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരാൻ സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ശത്രുതകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയാണ് കൂടുതലും വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം ജനിച്ച സമയത്ത് ഗ്രഹങ്ങളിലൊക്കെ അനുകൂലമായ സ്ഥിതിയിൽ നിൽക്കുന്നവർക്ക് മാത്രമായിരിക്കും നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് വൃശ്ചികക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേവന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. ധനസ്ഥിതി ഏറെക്കുറെ അനുകൂലമായിട്ട് നിൽക്കും. കുടുംബസുഖവും ഏറെക്കുറെ അനുകൂലമായിട്ട് നിൽക്കും. എങ്കിലും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ശത്രുതകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് പല വിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സഹോദരങ്ങൾക്ക് ദോഷം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള സ്ഥിതി അത്ര അനുകൂലമല്ല. അക്കാര്യങ്ങളിൽ ശത്രുക്കൾ മൂലം ദോഷങ്ങളും സാമ്പത്തിക നഷ്ടവും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. കാര്യതടസ്സം അനുഭവപ്പെടാം. ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നൊക്കെ ദോഷാനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാർക്ക് കുടുംബപരമായിട്ടും ധനപരമായിട്ടും അത്ര അനുകൂലമായ ഒരു ദിവസമല്ല. തർക്കങ്ങളോ പ്രശ്നങ്ങളോ ശത്രുതകളോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിൽപരമായും വലിയ നേട്ടമുള്ളൊരു ദിവസമല്ല. അവിടെയും തടസ്സങ്ങളൊക്കെ, കാര്യതടസ്സങ്ങളൊക്കെ തൊഴിൽപരമായ നേട്ടത്തിന് തടസ്സം ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതിയും അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ മക്കൾക്ക് തൃപ്തികരമായൊരു അനുഭവം വന്നു ചേരാൻ സാധ്യത കുറവാണ്. അവർക്കും ശത്രുത നിറഞ്ഞ അനുഭവങ്ങളും നഷ്ടസാധ്യതകളുമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം വീട്, വസ്തു, വാഹനം, ഭൂമി, സ്വത്ത് എന്നിവ സംബന്ധിച്ച് നേട്ടങ്ങൾ വന്നു ചേരേണ്ട ദിവസമാണ്. പക്ഷേങ്കിൽ അവിടെ ശത്രുത വന്നു ചേരുന്നതുകൊണ്ട് അത് എല്ലാവർക്കും വന്നു ചേരണമെന്നില്ല. അതൊക്കെ ജനിച്ച സമയത്ത് നാളത്തെ ദിവസം ഈ ജാതകർ ജനിച്ച സമയത്ത് ശുക്രന് ശത്രുതയൊന്നുമില്ലാതെ ജനിച്ചവർക്ക് നാളത്തെ ദിവസം വീട്, സ്വത്ത്, വാഹനം, ഭൂമി എന്നിവയൊക്കെ നേട്ടമായി വരുന്നൊരു ദിവസമാണ്. അല്ലാത്തവർക്ക് ശത്രു നിറഞ്ഞ അനുഭവങ്ങളായിട്ട് മാറും. ഭാഗ്യക്കേടുകളായിട്ട് മാറും. തിക്താനുഭവങ്ങൾ നിറഞ്ഞ ഒരു ദിവസമായിട്ട് മാറും. അതുപോലെ തന്നെ ഏഴരശനിയുടെ ഭാഗമായിട്ടുള്ള ജന്മശനി അവർ അനുഭവിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ദോഷങ്ങളും കൂടി വരും. എന്നാൽ ജനിച്ച സമയത്ത് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് യാതൊരു ശത്രുതയുമില്ലാതെ ബലവാനായിട്ട് നിൽക്കുന്ന ശുക്രൻ ഗ്രഹനിലയിലുള്ളവർക്ക് നാളത്തെ ദിവസം നേട്ടങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അവർക്ക് പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല രീതിയിൽ സംസാരിക്കുകയും നല്ല രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്യും. ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഏത് കാര്യങ്ങളിലും ഏർപ്പെടുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും ചിലരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം കഷ്ടതകളും പ്രയാസങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളും ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശക്തമായ കാലവർഷമാണ് കടന്നു വരാൻ പോകുന്നതെന്ന് പത്രമാധ്യമങ്ങളിൽ കൂടി പ്രിയപ്പെട്ടവരൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ചന്ദ്രൻ പൂർട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ അത് മീനൻ രാശിയിലാണ്, ജലരാശിയിലേക്കാണ് ചന്ദ്രൻ കടന്നതെന്ന്. അപ്പോൾ തന്നെ കാലവർഷം ആരംഭിക്കും. അപ്പോൾ മഹാദേവന് എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ സംരക്ഷണം ഉണ്ടാകും, വിശ്വസിക്കുക. ഓം നമഃ ശിവായ. നന്ദി, നമസ്കാരം.